എവരിവൺ, വെൽക്കം ടു യാനിസ്റ്റ ക്രോഷറ്റ് ബിസിനസ് സീരീസിന്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ ഒരു സൈഡ് ബിസിനസ് ആയിട്ട് എങ്ങനെ ക്രോഷറ്റ് ബിസിനസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പേടിയായിരിക്കും എല്ലാം ഉപേക്ഷിച്ച് പുതിയൊരു ബിസിനസ്സിലേക്ക്. അതൊരിക്കലും ബുദ്ധിയല്ല. ബിക്കോസ് ക്രോഷറ്റ് പോലുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് കുറേ റിസ്കി ഫാക്ടേഴ്സ് ഉള്ള ബിസിനസ്സാണ്. ബാക്കിയുള്ള ബിസിനസ് പോലെ തന്നെ കുറേ റിസ്കി ഫാക്ടേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളൊരു ജോബ് ഒഴിവാക്കി ഒരിക്കലും ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് കടക്കരുത്. ഇൻകേസ് നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് ഒക്കെ വരാൻ തുടങ്ങി നമുക്ക് അതിൽ നിന്ന് പ്രോപ്പറായിട്ടൊരു ഇൻകം വരുന്നുണ്ട് എന്നുള്ളൊരു സ്റ്റേജ് എത്തുമ്പോൾ മാത്രമേ അങ്ങനത്തെ കടന്ന കൈകളിലേക്കൊക്കെ പോകാവൂ. ഓൾറെഡി നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് സൈഡ് ബിസിനസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷനാണ് ക്രോഷറ്റ് ബിസിനസ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം വരുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈം കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനൊരു ബിസിനസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം വേണ്ടത് ടൈം മാനേജ്മെൻ്റ് ആണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ബാക്കി വീഡിയോസൊക്കെ എടുത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ക്രോഷറ്റ് ബിസിനസ്സിൻ്റെ ഒരു സീരീസാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ക്രോഷറ്റ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ ഓൾറെഡി ഒരു ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ കുറേ ടൈം ഉള്ളൊരു ജോബാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം ചിലർക്ക് ചിലപ്പോൾ രാവിലെ വീട്ടിൽ നിന്ന് ഒരു 7 മണിക്ക് ഇറങ്ങണം, രാത്രി 8 മണിക്കോ 9 മണിക്കോ വീട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുന്നത്, ക്രോഷറ്റ് പോലെ ഒരു ബിസിനസ് ചെയ്യാന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ബിക്കോസ് ബാക്കി ബിസിനസ് പോലെ നമുക്ക് റെഡി ആയിട്ട് പ്രൊഡക്റ്റ് എടുത്ത് സെയിൽ ചെയ്യുന്നതല്ല ക്രോഷറ്റ് ബിസിനസ്. പക്ഷേ നമ്മൾ ചെയ്യണം. അപ്പോൾ അതിനുള്ളൊരു സമയവും കൂടെ വേണം. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് അല്ലാതെ ഇപ്പം ഒരു 10 to 4 അല്ലെങ്കിൽ 10 to 5 ജോബാണ്, അല്ലെങ്കിൽ ഒരു 6 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തും, 5 മണിയാകുമ്പോൾ ഞാൻ വീട്ടിലെത്തും, അങ്ങനെ ഒരു വർക്കാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ക്രോഷറ്റ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഡെയിലി നമ്മളൊരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യണം. അതായത് നമ്മളൊരു ബിസിനസ് ആകുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അത് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അല്ലാതെ നമുക്ക് സമയം കിട്ടുമ്പോൾ മാത്രം എപ്പോഴെങ്കിലും കുറച്ച് പ്രൊഡക്റ്റ് ചെയ്ത് അത് അപ്ലോഡ് ചെയ്ത് പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ട് അപ്ലോഡ് ചെയ്ത് അങ്ങനെ കൺസിസ്റ്റൻസി ഇല്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് ഒരിക്കലും ഓഡിയൻസിലേക്ക് എത്തില്ല. നമ്മൾ സോഷ്യൽ മീഡിയാസ് ഒന്നും ഒരിക്കലും നമ്മളെ പ്രൊമോട്ട് ചെയ്യാൻ പോകുന്നില്ല. അതുകൊണ്ട് കൺസിസ്റ്റൻസി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ദിവസം ഒരു ടൈം ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഇപ്പം നിങ്ങൾ വൈകിട്ട് ജോബ് കഴിഞ്ഞ് വന്നിട്ട് നിങ്ങളുടെ വർക്ക്സൊക്കെ ബാക്കിയുള്ള എക്സ്ട്രാ വർക്ക്സൊക്കെ കഴിഞ്ഞ് ഒരു 1 ഹവറോ അല്ലെങ്കിൽ ഒരു 45 മിനിറ്റ്സോ 2 ഹവേഴ്സ് ഉണ്ടെങ്കിൽ എത്രയോ നല്ലത്. ആ ഒരു ടൈം ഡെയിലി അതിന് വേണ്ടി നിങ്ങളുടെ ഷെഡ്യൂൾ അനുസരിച്ച് നിങ്ങൾക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാം. മോർണിംഗ് ആണോ ഈവനിങ് ആണോ നൈറ്റ് ആണോ അതനുസരിച്ച് ഒരു ടൈം നിങ്ങൾ കണ്ടെത്തുക. ഇത്ര സമയം ഞാൻ ഡെയിലി ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ളത്. അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. വീക്ക്ലി വൺസ് ഒക്കെ നമുക്കിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും മാക്സിമം എല്ലാ ഡേയ്സിലും ആ ഒരു ടൈം ഇതിന് വേണ്ടി കാണാൻ ശ്രമിക്കുക. അതേപോലെ വീക്കെൻഡ്സിൽ നിങ്ങൾക്ക് ഓഫുള്ള ദിവസങ്ങളിൽ അങ്ങനത്തെ ദിവസങ്ങളാണെങ്കിൽ അതിൽ കുറച്ചുകൂടി കൂടുതലായിട്ടൊരു ടൈം ഷെഡ്യൂൾ ചെയ്യുക. അതായത് 3 ഹവേഴ്സോ 4 ഹവേഴ്സോ നിങ്ങൾ ഈ ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് ചെയ്യും എന്നുള്ളത് ഷെഡ്യൂൾ ചെയ്യുക. പിന്നെ നമുക്ക് അല്ലാത്ത സമയം ഇപ്പോൾ ബസ് വഴി ട്രാവൽ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മളല്ല ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനത്തെ ടൈമിൽ, അതേപോലെ നമ്മുടെ ലഞ്ച് ബ്രേക്സ്, ഇങ്ങനത്തെ ടൈമിലൊക്കെ വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത ടൈം പോക്കാതെ ഇങ്ങനത്തെ ടൈമിൽ നമ്മൾ സോഷ്യൽ മീഡിയ മാനേജ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. അതായത് നമുക്ക് റീൽസ് എഡിറ്റ് ചെയ്യേണ്ടി വരും, ഫോട്ടോസ് എഡിറ്റ് ചെയ്യേണ്ടി വരും, അതേപോലെ തന്നെ ഇനിയിപ്പോൾ ആരെങ്കിലും മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ ടൈമിലേക്ക് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. ഇങ്ങനെ മാത്രമേ നമുക്കൊരു പാർട്ട് ടൈം ആയിട്ടൊരു ജോബ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമുക്ക് ഓൾറെഡി ഒരു ജോബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് സമയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ കിട്ടുന്ന സമയം യൂട്ടിലൈസ് ചെയ്യാൻ ക്രോഷറ്റ് പോലെ ഒരു കാര്യം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ബ്രേക്സിനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. എസ്പെഷ്യലി നമ്മുടെ ഇവിടെ ഫോറിൻ കൺട്രീസിലൊക്കെ അതൊരു സ്ഥിരം കാഴ്ചയാണ്. ഇപ്പോൾ ബസ്സിലിരുന്നോ മെട്രോയിൽ ഇരുന്നോ ഒക്കെ അങ്ങനെ ചെയ്യുന്നത്. ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഒരു ക്രൗഡ് തന്നെ അവിടെ ഉണ്ടാവും അത് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് അത്ര പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് ഇങ്ങനത്തെ ടൈമിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ, കണ്ടന്റ് ക്രിയേഷൻ അല്ലെങ്കിൽ നമ്മുടെ റീൽസിൻ്റെ എഡിറ്റിംഗ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ വേണ്ടി മാറ്റി വെക്കുക. അല്ലാതെ നമ്മൾ വീട്ടിലെത്തിയിട്ട് നമുക്കുള്ള ആ ഷെഡ്യൂൾഡ് ടൈമിൽ നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി എന്തൊക്കെ പ്രൊഡക്ട്സ് ചെയ്യാന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം ക്രോഷറ്റ് എന്ന് പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമ്മൾ 1 ഹവർ മാത്രമേ ഡെയിലി ക്രോഷറ്റ് ചെയ്യുന്നുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്കൊരു ബാഗ് ചെയ്യണമെങ്കിൽ ഒരു മിനിമം 1 വീക്കെങ്കിലും എടുക്കും. അപ്പം നമുക്കൊരു മന്ത്ലി ബേസിസിൽ ജസ്റ്റ് 4 ബാഗ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പം നമുക്ക് എന്താണ്, പ്രൊഡക്റ്റും കുറവാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതേപോലെ തന്നെ നമുക്ക് കണ്ടന്റും കുറവാണ്. നിങ്ങൾക്കിപ്പോൾ ഒരു റീല് പോസ്റ്റ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾക്ക് മന്ത്ലി
നമ്മൾ ഒരേ പ്രോഡക്റ്റ് 2 തവണ പോസ്റ്റ് ചെയ്താൽ തന്നെ ഒരു 8 പോസ്റ്റ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അപ്പം അങ്ങനെ ഒരു കേസിൽ നമുക്ക് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനും കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടാക്കാനും ഉള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് മാക്സിമം ചെറിയ പ്രൊഡക്ട്സും അതേപോലെ സമയം കുറവ് കൺസ്യൂം ചെയ്യുന്ന പ്രോഡക്ട്സും ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ അത് ഒരു ഷെഡ്യൂൾ ചെയ്യുക. അതായത് ഞാൻ ഇത്ര വലിയ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഇത്ര സ്മോൾ പ്രൊഡക്ട്സ് ചെയ്യും, മന്ത്ലി ഞാൻ ഒരു ബാഗ് ചെയ്യും, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സ്മോൾ പ്രൊഡക്ട്സ് ചെയ്യാം. ഇങ്ങനെ ഷെഡ്യൂൾ ചെയ്യുക. അല്ല നമ്മൾ മൊത്തം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഹോം ഡെക്കേഴ്സ് ആണ് ചെയ്യുന്നത്, പില്ലോ കവേഴ്സ് ആണ് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഒരു 2 വീക്സോ അല്ലെങ്കിൽ 1.5 വീക്സോ അത് ചെയ്യാൻ തന്നെ വേണം. അപ്പം അത്രയും കുറഞ്ഞ പ്രൊഡക്ട്സേ നമുക്ക് വരുള്ളൂ. അപ്പം അത്രയും ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്ട്സ് ആണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നതെങ്കിൽ അത് ഓക്കെ. ബട്ട് പ്രോപ്പറായിട്ടൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതത്ര ഓക്കെ ആയിരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അത് ഷെഡ്യൂൾ ചെയ്യും. ഇനി ചെറിയ പ്രോഡക്ട്സ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കീ ചെയിൻസ്, സ്ക്രഞ്ചീസ്, സ്മോൾ പൗച്ചസ്, അതേപോലെ കോസ്റ്റേഴ്സ്, ബുക്ക് മാർക്സ്, ഇങ്ങനെ നമുക്ക് അതിപ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഇതിൽ ഈ പറഞ്ഞ കീ ചെയിൻ, സ്ക്രഞ്ചീസ്, പിന്നെ ഹെയർ ബോ, അതേപോലെ തന്നെ ഹെയർ ബാൻഡ്സ്, ഇങ്ങനത്തെ പ്രോഡക്ട്സ് ഒക്കെ സെല്ലാവാൻ കൂടുതൽ ചാൻസ് ഉള്ള ഒരു പ്രോഡക്ട്സ് കൂടിയാണ്. കാരണം ആളുകൾ വഴി ഈ കീ ചെയിൻസ്, ക്യൂട്ട് കീ ചെയിൻസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഗേൾസ് ഒക്കെ എന്തായാലും പർച്ചേസ് ചെയ്യും. അതേപോലെ തന്നെ ചെറിയ ചെറിയ പൗച്ചസ്, നമുക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ബാഗിൽ ഇട്ട് വെക്കാൻ പറ്റുന്ന, ബാഗ് ഹാങ്ങിങ്സ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പൗച്ചസ് ഒക്കെ നമുക്ക് സെല് ചെയ്യാനും എളുപ്പമാണ്, ചെയ്യാനും എളുപ്പമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനത്തെ പ്രോഡക്ട്സ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനും ഒരുപാട് പോസ്റ്റേഴ്സ് കിട്ടുന്നതായിരിക്കും. പിന്നെ കളക്ഷൻസ് പോലെ ചെയ്യുക. അതായത് ഇപ്പോൾ കിച്ചൺ കളക്ഷൻ ചെയ്യുക, ഒരേപോലെ വരുന്ന എന്തെങ്കിലും ഒരു തീം വെച്ചിട്ട് അതിൽ വരുന്ന കുറേ കിച്ചൺസ്, അതിൽ വരുന്ന കുറേ സ്ക്രഞ്ചീസ്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തീം വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സീസണലായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പം ക്രിസ്മസ് ആണെങ്കിൽ ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു തീമിലുള്ള പ്രോഡക്റ്റ്സ്, അങ്ങനെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യുക. ഇത് നോർമലി ഇപ്പോൾ വീട്ടിൽ ഫുൾ ടൈം ഇരുന്ന ഒരാൾ ഫുൾ ടൈം ഒരു ബിസിനസ് ചെയ്യുന്നതും നിങ്ങൾ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്നതും തമ്മിൽ വലിയ വ്യത്യാസം ചെയ്യും. കാരണം നോർമലി ചെയ്യുന്ന ഒരാൾ കൂടുതൽ സമയവും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാനും പറ്റും. നിങ്ങൾ ഒരു വർക്കിൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനത്തെ കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ കൂടുതലായിട്ട് നമ്മൾ മാർക്കറ്റിങ്ങിനും അതേപോലെ ആളുകളുടെ ഒരു ഇംപ്രഷനും ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടതായിട്ട്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രൊഡക്ട്സ് എങ്ങനെ ഡെലിവർ ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഫ്രീ അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കൊറിയർ അയക്കാൻ പോകാനോ അല്ലെങ്കിൽ പോസ്റ്റലായിട്ട് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ ടൈം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനത്തെ കേസിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ കസ്റ്റമർ ഓർഡേഴ്സ് ഒക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഓൾറെഡി കസ്റ്റമേഴ്സിനോട് ഒരു ടൈം ലിമിറ്റ് നമ്മൾ പറയണം. ഇനി എല്ലാം നമ്മൾ റെഡി ടു സെൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ തന്നെ ഇത് ഷിപ്പ് ചെയ്യാൻ ഇത്ര ഡേയ്സ് എടുക്കും എന്നുള്ളത് അവരെ അറിയിക്കുക. എന്നിട്ട് നമുക്കത് ആരെങ്കിലും ഏൽപ്പിച്ച് അത് അങ്ങനെ കൊറിയർ ചെയ്യാൻ പറ്റുമെങ്കിൽ അത് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ചില ഷിപ്പിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അല്ലാതെ തന്നെ നമ്മളെ വീട്ടിൽ വന്ന് തന്നെ കളക്ട് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഡെലിവറി ചെയ്യാൻ വരുന്ന പോലെ തന്നെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് പിക്കപ്പ് ചെയ്യുന്ന കൊറിയർ സർവീസസും അവൈലബിൾ ആണ്. ഇനി നമ്മൾ വീട്ടിലില്ലെങ്കിൽ തന്നെ അവർ വന്ന് എടുത്ത് കൊണ്ടുപോയിക്കോളും. അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻസ് ഒന്നും വേണ്ട, അവർ തന്നെ ഡെലിവറി ചെയ്യും. അങ്ങനത്തെ കൊറിയർ സർവീസസ് ഒക്കെ അവൈലബിൾ ആണ്. അപ്പം അതിനനുസരിച്ച് ഷിപ്പിംഗ് എക്സ്പെൻസ് എക്സ്ട്രാ വരാൻ ചാൻസ് ഉണ്ട്. പക്ഷേ അതൊരു നല്ല ഓപ്ഷനാണ് നമുക്ക് ടൈം ഇല്ലാത്ത കേസിൽ. നമുക്ക് വീക്കെൻഡ്സ് അല്ലാതെ വേറെ ഹോളിഡേയ്സ് എക്സ്ട്രാ വരുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സമയമൊക്കെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കിട്ടുന്ന സമയമൊന്നും പാഴാക്കാതിരിക്കുക. ബിക്കോസ് ക്രോഷറ്റ് പോലെയുള്ള ഒരു ബിസിനസ് എന്ന് പറയുന്നത് ടൈം ഒരുപാട് വേണ്ടതാണ്. ഇനി നമുക്ക് വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ബാക്കി പ്രോഡക്ട്സ് പോലെ തന്നെ ക്രോഷറ്റ് പ്രോഡക്റ്റ് റീസെൽ ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരെങ്കിലും ഇത് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് നിന്ന് കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒരു റീസെല്ലർ പോലെ, അതായത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്ന, അത് കസ്റ്റമേഴ്സായിട്ട് നിങ്ങൾ സംസാരിക്കുന്ന, ഓർഡേഴ്സ് എടുക്കുന്നു, ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾ കുറച്ച് ചെയ്യുന്ന പ്രൊഡക്ട്സ് നമുക്ക് വേണമെങ്കിൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ആളുകളെ ഇപ്പം നമുക്ക് നമ്മുടെ ഫ്രണ്ട്സ് തന്നെ ആവണമെന്നില്ല, നമുക്ക് ഓൺലൈനായിട്ട് ഒരുപാട് പേരുണ്ട് നമുക്ക് ക്രോഷറ്റ് ചെയ്ത് വീട്ടിലിരുന്ന് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. അങ്ങനത്തെ കുറച്ച് ആളുകൾ, ചിലർക്ക് അത് എന്താ പറയുക റീൽസ് ഇടാനോ പ്രോപ്പറായിട്ട് മാർക്കറ്റ് ചെയ്യാനൊന്നും അറിയാത്തവരായിരിക്കും. അങ്ങനത്തെ കേസിൽ അങ്ങനത്തെ കുറച്ച് ആളുകളെ കൂട്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അവരുടെ പ്രൊഡക്ട്സ് കൂടെ നിങ്ങളുടെ പേജിലിടുക. അപ്പോൾ ഓർഡേഴ്സ് വരുമ്പം അവർ തന്നെ അവിടെ നിന്ന് ഷിപ്പ് ചെയ്യുക. ആ രീതിയിലും ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെയാണ് നമുക്ക് പാർട്ട് ടൈം ആയിട്ട് അല്ലെങ്കിൽ സൈഡായിട്ട് ക്രോഷറ്റ് ബിസിനസ് ചെയ്യാൻ പറ്റും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. ഇതേപോലെ കൂടുതൽ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ക്രോഷറ്റ് ബിസിനസ് റിലേറ്റഡ് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.